ഒരു നാടൻ ഊണ് കഴിക്കാലോ എന്ന് വിചാരിച്ച് കയറി ചെന്നതോ വഴിയോരക്കടയിൽ. ദക്ഷിണ വെക്കാൻ കൗണ്ടറിൽ ചെന്നപ്പോൾ ഒടുക്കത്തെ ക്യൂ. ദർബാർ രാഗത്തിൽ വയറ് ചൂളം വിളിച്ചപ്പോൾ മനസ്സിലുള്ള എല്ലാ കൊതിയും അടുക്കിവെച്ച് ആ ക്യൂവിൽ ഞങ്ങളുടെ ഊഴവും കാത്തുനിന്നു. നാടൻ ഭക്ഷണമായ കപ്പ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഊഴം വന്നപ്പോൾ സീറ്റ് പിടിച്ചു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ കപ്പ ഫ്രീ. ഇനി എന്തെങ്കിലും ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുമോ എന്ന് മനസ്സിൽ ആലോചിച്ചിരിക്കുമ്പോൾ വിളമ്പുകാരൻ ചേട്ടൻ സകലമാന പക്ഷിമൃഗാദികളുടെ പേരും കടലിലെ മഷിക്കച്ചവടക്കാരൻ കൂന്തലിനെയും വറുത്തും പുരട്ടിയും റോസ്റ്റാക്കിയും വെച്ചിട്ടുണ്ടെന്ന് അഭിമാനം വാനോളം ഉയർത്തി ചേട്ടൻ പറഞ്ഞു. എന്നാൽ ഒട്ടും സമയം കളയണ്ട, താറാവും നത്തോലിയും കൂന്തലും വരിവരിയായി പോന്നോട്ടെ എന്ന് പറഞ്ഞു. ഫ്രീ ആയി കിട്ടിയ മീനില്ലാത്ത മീൻകറിയും കുട്ടി ആദ്യ ഉരുള വെട്ടി വിഴുങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയ സാധനങ്ങൾക്ക് ഒടുക്കത്തെ ടേസ്റ്റാണല്ലോ. വഴിയോരക്കട ആത്മാർത്ഥതയുടെ നിറകുടമാണെന്ന് മനസ്സിലായി. സ്പെഷ്യലായി വന്ന താറാവും കൂന്തലും നത്തോലിയും ഊഴം കാത്തുനിന്നു. ടേസ്റ്റ് ചെയ്തപ്പോൾ ഒന്നിനൊന്ന് മെച്ചം. ന്യൂഡിൽസും ബർഗറും മാത്രമാണ് യഥാർത്ഥ ഭക്ഷണമെന്നും ചോറിനോടും കറികളോടും അകലം പാലിച്ചു നിന്ന യുവതലമുറ ഇലയും കൂടി കടിച്ചു തിന്നാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ പായസം കുടിച്ച് ദക്ഷിണ വെച്ച് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി.